ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന പോലെ, എൻ്റെ പുറകെ കാണുന്ന പോലെ ഒരു വലിയൊരു മേള നടക്കുകയാണ്. മറൈൻ ഫാൻറ്റസി വേൾഡ് എക്സ്പോ എന്ന് പറയുന്ന ഒരു മേള നടക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടുവരുന്ന മത്സ്യകന്യകയില്ലേ, ജീവൻ തുടിക്കുന്ന മത്സ്യകന്യക, അതുപോലെ തന്നെ റോബോട്ടിക് എക്സ്പോ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ മേളയിൽ കാണാനുണ്ട്. ഒരാൾക്ക് 100 രൂപയാണ് ടിക്കറ്റ്. 4 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കണം. പിന്നെ ഉള്ളത് എന്താണ്, മത്സ്യകന്യയെ കാണാം, റോബോട്ടിക് എക്സ്പോ ഉണ്ട്. പിന്നെ നമ്മൾ മേളകളിൽ കാണുന്ന സ്ഥിരമായിട്ടുള്ള ഫാൻസി ഐറ്റംസ് വാങ്ങിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാ ദിവസവും 3 മണി മുതൽ 9 മണി വരെയാണ് ടൈമിംഗ് എന്ന് പറയുന്നത്. പിന്നെ അവധിയുള്ള ദിവസങ്ങളിൽ 11 മണി മുതൽ 9 മണി വരെ സമയമുണ്ട്. ഇപ്പോൾ മേള നടന്നുകൊണ്ടിരിക്കുകയാണ്. നവംബർ മാസം 10-ാം തീയതി വരെ എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. പിന്നെ പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. മെയിൻ റോഡിന് സൈഡിൽ തന്നെയാണ് ഈ എക്സ്പോ നടക്കുന്നത്. അപ്പോൾ ഇത് അറിയാത്തവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വന്ന് കാണാൻ ശ്രമിക്കുക. ഈ കാണുന്നത് പോലെയാണ് മറൈൻ ഫാൻറ്റസി വേൾഡ് എക്സ്പോയുടെ എൻട്രൻസ് ക്രമീകരിച്ചിരിക്കുന്നത്. മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ. വളരെ വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് സൗകര്യവും ചെയ്തിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളാണിതൊക്കെ. കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ടാങ്കിലായിട്ട് അലങ്കാര മത്സ്യങ്ങളും അതുപോലെ നമ്മൾ കണ്ടിട്ടില്ലാത്തതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് മത്സ്യങ്ങളുടെ പ്രദർശനമാണുള്ളത്. വലിയ ടാങ്കുകളിലാണ് നമുക്ക് നന്നായിട്ട് കാണാൻ കണക്കിന് അത് ക്രമീകരിച്ചിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് മത്സ്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. നെയ്യാറ്റിൻകര നടക്കുന്ന ഈ മേളയിൽ എടുത്തു പറയുന്നത് അണ്ടർ വാട്ടർ ടണലും അതുപോലെ തന്നെ മത്സ്യകന്യകയും റോബോട്ടിക് എക്സ്പോയുമാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക്, അതായത് അണ്ടർ വാട്ടർ ടണലിലേക്ക് നമ്മൾ എത്തുകയാണ് കേട്ടോ. മുകളിലും സൈഡിലുമായിട്ട് ഒരുപാട് തരം മത്സ്യങ്ങളെ നമുക്ക് കാണാൻ പറ്റും. അതും ഒരു ടണലിനകത്ത് നടന്ന് കാണുന്ന പോലെ. കറക്റ്റായിട്ട് പറഞ്ഞാൽ നമ്മുടെ മുകളിലൊക്കെ മത്സ്യം നിൽക്കുന്നത് കൊണ്ട് കടലിനകത്ത് നിൽക്കുന്ന ഒരു ഫീല് കിട്ടുന്ന രീതിയിലൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ അത്. അതിനുശേഷം കുറച്ച് അലങ്കാര മത്സ്യങ്ങളെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബേഡ്സും പൈത്തിനും ഒക്കെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ടണലിലെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെല്ലുന്നത് നമ്മുടെ മത്സ്യകന്യകയുടെ അടുത്തേക്കാണ് കേട്ടോ. മുതിർന്നവർക്കും കുട്ടികൾക്കുമൊക്കെ എപ്പോഴും കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് മത്സ്യകന്യകളുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഇന്ന് നിലവിൽ ഒരെണ്ണമാണ് കണ്ടത്. 2 നമ്മൾ മിക്കവാറും കാണാറുള്ളത്. ഇവിടെയും 2 ഉണ്ടാവണം. ഇന്ന് നമ്മൾ ഒരെണ്ണമാണ് കണ്ടിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ കാഴ്ചകൾ കണ്ടു നിൽക്കുന്നുണ്ട്. ആ ഒരു ചെറിയ ടാങ്കിനകത്ത് അവരുടേതായിട്ടുള്ള പെർഫോമൻസ് അവർ കാഴ്ചവെക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞു, എന്നാലും ഒന്നുകൂടെ പറയാണ്, നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ് ഈ മേള നടക്കുന്നത്. 100 രൂപയാണ് ആൾക്ക് ഒന്നിന് ഈ ഷോ കാണാൻ വേണ്ടിയിട്ട് മേടിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ ദിവസവും 3 മണി മുതൽ 9 മണി വരെയാണ് ഷോ നടക്കുന്നത്. അവധി ദിവസങ്ങളിൽ 11 മണി മുതൽ 9 മണി വരെ ഷോ ഉണ്ടായിരിക്കുന്നതാണ്. 4 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള എല്ലാവർക്കും ടിക്കറ്റ് എടുക്കണം കേട്ടോ. അതുപോലെ തന്നെ കാർ പാർക്ക് സൗകര്യങ്ങളും ബാക്കിയുള്ള സൗകര്യങ്ങളും മേളയിൽ കാണാവുന്ന എല്ലാ കാഴ്ചകളും നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. മത്സ്യകന്യകയുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നേരെ ചെല്ലുന്നത് റോബോട്ടിക് എക്സ്പോയിലാണ്. ഞാൻ നന്നായിട്ട് താമസിച്ചാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് എനിക്ക് റോബോട്ടിക് എക്സ്പോ ഒന്നും കാണാൻ സാധിച്ചില്ല. നിങ്ങൾ വരുമ്പോൾ എന്തായിരുന്നാലും ആ ഷോയും കൂടെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ മേളകളിൽ കാണുന്ന മേള കാഴ്ചകൾ, ബുക്സ്, ഫാൻസി ഐറ്റംസ്, ഫുഡ് ഐറ്റംസ്, അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, അങ്ങനെ തുടങ്ങിയ എല്ലാ കാഴ്ചകളും, പിന്നെ മധുര പലഹാരങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. നമ്മൾ സ്ഥിരമായിട്ടുള്ള മേള കാഴ്ചകൾ ഇടുന്നത് കൊണ്ട് ഈ കാഴ്ചകൾ കൂടുതലായിട്ട് കാണിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ VR ബോക്സ് വെച്ച് ആ VR എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരവസരവും നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ രുചികരമായിട്ടുള്ള ഫുഡ് കോർട്ടും ഒരുക്കിയിട്ടുണ്ട്. വിഷ്വലിൽ കാണിക്കാത്തതായിട്ടുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കും പിന്നെ കുറേ ഗെയിംസും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല മഴയായിരുന്നു, അതുകൊണ്ട് പുറത്തുള്ള വിഷ്വൽസ് നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഫാമിലിയോടൊപ്പം വന്ന് കാണാൻ പറ്റിയ ഒരു നല്ല മേള നടക്കുകയാണ്. അതായത് നവംബർ 10-ാം തീയതി വരെ ഈ മേള ഇവിടെ ഉണ്ട് കേട്ടോ. എന്തായാലും ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട. തുടർന്നും ഇതുപോലുള്ള വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം. ബൈ.